വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. കാരണം ഈ ഹമാസുമായിട്ടുള്ള സമാധാന ചർച്ച വേണമെന്ന് ഒരു വിഭാഗവും, അതായത് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ബന്ദികളുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ അത് ആഗ്രഹിക്കുമ്പോൾ, ഒരിക്കലും സൈനികമായല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ പാടില്ലെന്നും ഹമാസുമായി യാതൊരു തരത്തിലുള്ള ഡീല് പാടില്ല എന്നും മറുവിഭാഗവും വാദിക്കുന്നു. ഈ ഫ്രണ്ട് ലൈൻകാരായിട്ടുള്ള, അതായത് തീവ്ര സയനിസ്റ്റുകാരായിട്ടുള്ള ബാൻ ഗവീറും സ്മോട്രിച്ചും ഉൾപ്പെടെയുള്ള മന്ത്രിസഭാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വലിയ പ്രക്ഷോഭമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഒരു ഡീൽ ഒപ്പിടിക്കില്ല എന്നുള്ളത് അവർ കർശനമായി പറയുകയാണ്. അങ്ങനെ ഇസ്രായേലിലുടനീളം ഈ ഡീൽ വേണമെന്ന് പറയുന്നവരും സമാധാന ചർച്ച വേണ്ട എന്ന് പറയുന്നവരുമായി രണ്ട് വിഭാഗങ്ങളായിട്ട് ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ദികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ഹമാസുമായി എത്രയും പെട്ടെന്ന് ഒരു ഡീലുണ്ടാക്കി, ഒരു സമാധാന ചർച്ച ഉണ്ടാക്കി, നാട്ടിൽ നിന്നും ബന്ദികളായി പോയ ആളുകളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടികളും അതിനുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, ബന്ദികളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വിഭാഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സമാധാന ചർച്ച ഒഴിവാക്കി ഹമാസിനെ നിർവീര്യമാക്കുക, ഗസ മുഴുവൻ കീഴടക്കുക, ഗസയിലേക്കുള്ള സഹായ ട്രക്കുകൾ തടയുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി പറഞ്ഞു വരികയാണ്. വലിയ തരത്തിലുള്ളൊരു പ്രക്ഷോഭണം ഇസ്രായേലിലുടനീളം ഇത് സംബന്ധിച്ചുണ്ടാകുകയാണ്. ഇരു വിഭാഗങ്ങളും റോഡുകൾ തടയുകയും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ പൊതുസമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ബാൻ ഗവീർ പറയുന്നത്, ഈ തീവ്ര സയനിസ്റ്റ്വാദിയായ മന്ത്രി ബാൻ ഗവീർ പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ ഹമാസുമായി ഒരു ഉത്തരവിട്ടാൽ തങ്ങൾ പിന്നെ അതിനുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയെ പോലും ഇളക്കിമറിക്കുന്ന രീതിയിൽ, മന്ത്രിസഭ താഴെ വീഴുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക, ഗസ കീഴടക്കുക എന്ന വ്യാമോഹവുമായാണ് തീവ്ര സയനിസ്റ്റുകൾ, ബാൻ ഗവീറിൻ്റെയും സ്മോട്രിച്ചിൻ്റെയും നേതൃത്വത്തിലുള്ള തീവ്ര സയനിസ്റ്റ് വാദികൾ പറയുന്നത്. പക്ഷേ നെതന്യാഹുവിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു താക്കീത് ലഭിച്ചിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ സകല ആയുധ ഇടപാടുകളും നിർത്തുമെന്നും ഒരു സഹായവും ഇനി നൽകില്ല എന്നും ഉള്ള ഭയം ഇസ്രായേലിനുണ്ട്. കാരണം ട്രംപ് നിലകൊള്ളുന്നത് ഹമാസിന് വേണ്ടിയാണ്, പലസ്തീന് വേണ്ടിയാണെന്നുള്ള വാദം ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക, കാരണം അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന സഹായം ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബൈഡനെ പോലെ വാരിക്കോരി ആയുധവും സഹായവും നൽകുന്ന നിലപാട് ട്രംപിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് തലവേദന പിടിച്ച ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ട്രംപും ശ്രമിക്കുന്നത്. നെതന്യാഹു വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം ട്രംപിൽ നിന്ന് നേരിടുന്നുണ്ട്. പക്ഷേ തീവ്ര സയനിസ്റ്റുകളായ ബാൻ ഗവീർ ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദവും രാജ്യത്തിനകത്തു നിന്നും നേരിടുന്നു. അങ്ങനെ അമേരിക്കൻ പിന്തുണ ഇനി ഭാവിയിൽ ലഭിക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യം വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഇസ്രായേലിൽ ഉണ്ടാക്കുന്നുമുണ്ട്.